സിറിയയിൽ കയറി കാണിക്കുന്ന തോന്നിയാസങ്ങൾ നിർത്തണം. ഇസ്രായേൽ ഇനി സിറിയയ്ക്ക് മേൽ ആക്രമണം നടത്തരുത്. സിറിയയുടെ ആയുധപ്പുരകൾ നശിപ്പിക്കാനെന്ന മട്ടിൽ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിന് കനത്ത വില നൽകേണ്ടി വരും. പറയുന്നത് അൽ ജുലാനി, സിറിയൻ വിമത നേതാവ്. സിറിയൻ വിമത നേതാവ് ഇസ്രായേലിന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തോടെ നെതന്യാഹു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. നെതന്യാഹു വിചാരിച്ചു, ഇനി വിമതർ തങ്ങളോടൊപ്പം നിൽക്കും, ഇനി വിമതർ തങ്ങൾ പറയുന്നത് കേൾക്കും, ഇനി വിമതർ തങ്ങൾ പറയുന്നതേ കേൾക്കൂ. ഇതൊക്കെയാണ് നെതന്യാഹു വിചാരിച്ചത്. മാത്രമല്ല, സിറിയയുടെ അസാദ് ഭരണകൂടം വൻ ആയുധപ്പുരകൾ തന്നെ സിറിയയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ആ ആയുധപ്പുരകളിൽ ഒരു പ്രകോപനവും കൂടാതെ ആക്രമണം നടത്തുകയും സിറിയയുടെ വിമതരെ ഷണ്ടന്മാരാക്കി മാറ്റിക്കൊണ്ട് വിളയാട്ടം നടത്തുകയും ഒക്കെ ചെയ്തു ഇസ്രായേൽ. അതിനുള്ള തിരിച്ചടിയായിട്ടാണ്, അതിനുള്ള അന്ത്യശാസനമാണ് സിറിയൻ വിമതർ കൊടുത്തിരിക്കുന്നത്. ഇനി സിറിയയിലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ ആക്രമിക്കും. പറയുന്നത് സിറിയൻ വിമതരാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കണേ. വല്ലാത്തൊരു ഗതികേടാണ്. പുതിയ വിമത ഭരണകൂടം അധികാരത്തിലെത്തുമ്പോൾ ആ വിമത ഭരണകൂടം തങ്ങളുടെ വരുതിക്ക് നിൽക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും തെറ്റിദ്ധരിച്ചു. വിമത ഭരണകൂടത്തെ ആയുധങ്ങൾ കാട്ടി പേടിപ്പിക്കാമെന്ന് ഇസ്രായേലും തെറ്റിദ്ധരിച്ചു. പക്ഷേ വിമത ഭരണകൂടം, അൽ ജുലാനിയുടെ വിമത ഭരണകൂടം ഇസ്രായേലിനെ ഒന്നടങ്കം തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഗൊലാൻ കുന്നുകളിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശം പോലും തള്ളിക്കളഞ്ഞിരിക്കുന്നു പുതിയ വിമത ഭരണകൂടം. ഗൊലാൻ കുന്നുകളിലേക്കുള്ള ഇസ്രായേലിന്റെ അധിനിവേശം സിറിയയിലേക്കുള്ള അധിനിവേശമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അൽ ജുലാനി. ഇസ്രായേലിന്റെ കൈവിട്ടു പോവുകയാണ് കാര്യങ്ങൾ. അമേരിക്കയുടെ കൈവിട്ടു പോവുകയാണ് കാര്യങ്ങൾ. മറ്റൊന്ന്, റഷ്യയുടെ സൈനിക താവളം സിറിയയിൽ തുടരും. അതിന് ഒരു തർക്കവും വേണ്ട. റഷ്യയുടെ സൈനിക താവളം അവിടെ തുടരുക മാത്രമല്ല, റഷ്യയുമായി നല്ല ബന്ധത്തിൽ തുടരും. ഇതാണ് സിറിയൻ വിമത ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ സിറിയയുടെ പുതിയ വിമത ഭരണകൂടത്തിന്റെ മനോവികാരം വ്യക്തമായിരുന്നു. ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചത് സിറിയയെ അങ്ങ് കീഴ്പ്പെടുത്തി അതിലൂടെ റഷ്യയെയും ഇറാനെയും വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും, സന്നിഗ്ധാവസ്ഥയിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു. അതൊന്നും നടന്നില്ല. അതൊന്നും നടക്കുക മാത്രമല്ല, ഇനിയും തങ്ങളുടെ ആയുധപ്പുരകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കുമെന്ന സൂചനയാണ് സിറിയൻ വിമതർ നൽകിയിരിക്കുന്നത്. സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഏറെ സന്തോഷിച്ച ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിശക്തമായ തിരിച്ചടി എന്ന് നിസ്സംശയം പറയാം. സിറിയ ഇപ്പോൾ വിമതരുടെ കയ്യിലാണ്. വിമതരാണ് സിറിയയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത്. വിമതർ സിറിയയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നു. മാത്രമല്ല, സിറിയയെ അധിനിവേശത്തിൽ നിന്ന് മോചിതരാക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. സിറിയയുടെ പരമാധികാരത്തിന്മേൽ കൈകടത്താൻ, സിറിയയുടെ പരമാധികാരത്തെ ബോംബിട്ട് തകർക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല എന്ന് അവർ നിസ്സംശയം പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ദയനീയമായ അവസ്ഥ. ഇനിയും പോയി അവിടെ വ്യോമാക്രമണം നടത്തിയാൽ സിറിയൻ വിമതർ തിരിച്ചടിക്കും എന്നുള്ളത് ശക്തമായ ഒരു വസ്തുതയാണ്. അവരെങ്ങനെ തിരിച്ചടിക്കും എന്ന ചോദ്യവും പ്രസക്തമാണ്. അവർ തിരിച്ചടിക്കുന്നത് ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടു കൂടിയായിരിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ തീർന്നു. സിറിയൻ വിമതർ തിരിച്ചടിക്കുന്നത് ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടു കൂടിയായിരിക്കും. അങ്ങനെ ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടു കൂടി സിറിയൻ വിമതർ തിരിച്ചടിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ
വല്ലാത്തൊരു ഗതികേടിലായി മാറും ഇസ്രായേലിന്റെ അവസ്ഥ. ഇസ്രായേൽ ഇപ്പോൾ കളിക്കുന്നത് സിറിയയുടെ വിമതരെ നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും സിറിയയെ നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും ഒക്കെയുള്ള തരത്തിലുള്ള കളിയാണ്. അമേരിക്കയും ആ കളിക്ക് ഓശാന പാടും. പക്ഷേ ഈ കളികൾക്കെല്ലാം ഒരു അന്ത്യമുണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഈ കളികൾക്കെല്ലാം ഒരു അന്ത്യമുണ്ട്. ആ അന്ത്യം തകരുന്ന ജനതതി ഉയർന്നെഴുന്നേൽക്കുന്ന അന്ത്യമാണ്. തകരുന്ന ജനതതി ഉയർന്നെഴുന്നേറ്റ് പൊരുതുന്ന ഒരന്ത്യമാണ്. അത് ഇസ്രായേലിന് സംഭവിക്കും. സിറിയ പണ്ട് മുതലേ ആഭ്യന്തര യുദ്ധത്താൽ കലുഷിതമാണ്. ആഭ്യന്തര യുദ്ധത്താൽ കലുഷിതമായ സിറിയയിൽ അമേരിക്കയും റഷ്യയും ഇറാനും ഒക്കെ തങ്ങളുടേതായ താല്പര്യങ്ങൾ വളർത്തിയെടുത്തു. അസദ് ഭരണകൂടം പൂർണ്ണമായും റഷ്യയുടെ ഭരണകൂടമായിരുന്നു. അസദ് ഭരണകൂടത്തെ വിമതർ ആക്രമിച്ച് തോൽപ്പിച്ചത് തുർക്കിയുടെ സഹായത്തോടു കൂടിയായിരുന്നു. പക്ഷേ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവർക്ക് ഒരു ഐഡന്റിറ്റി വേണ്ടേ, അവർക്ക് ഒരു നട്ടെല്ല് വേണ്ടേ. ആ നട്ടെല്ലാണ് അവരിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അവർ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇസ്രായേൽ സിറിയയിലേക്ക് കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. അസദ് ഭരണകൂടം സ്ഥാപിച്ച വ്യോമത്താവളങ്ങൾ, അസദ് ഭരണകൂടം സ്ഥാപിച്ച രാസായുധ താവളങ്ങൾ ഒക്കെ തകർത്തു ഇസ്രായേൽ, തകർത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് സിറിയയുടെ വിമത നേതാവ് ജുലാനി ശക്തമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സിറിയയിൽ ഇനി ഇസ്രായേൽ കയറി കളിക്കരുത്, കയറി കളിച്ചാൽ ഞങ്ങൾ കയറി മേയും. ഇതാണ് ഇസ്രായേലിന് സിറിയയുടെ മുന്നറിയിപ്പ്. ഇറാനും സിറിയൻ വിമതരുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ തയ്യാറാണെന്നും ജുലാനി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആകെ മൊത്തം പെട്ടിരിക്കുന്നത് സിറിയയിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി കടന്നു കയറിയ അമേരിക്കയും ഇസ്രായേലുമാണ്. പ്രത്യേകിച്ചും ഇസ്രായേൽ. ഹമാസിനെ പോലും തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ സിറിയയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം മുതലാക്കിക്കൊണ്ട് ഇസ്രായേൽ സിറിയയിലേക്ക് നിരന്തരം 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 ആക്രമണങ്ങൾ നടത്തുന്നു. ആ ആക്രമണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ, ആ ആക്രമണങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാൻ സിറിയൻ വിമതർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. അവർ നേരത്തെ തന്നെ അത് പറഞ്ഞതാണ്. അന്ത്യശാസനം ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ പരമാധികാരത്തിൽ മേൽ കയറി കൈകടത്തരുത്, ഞങ്ങളുടെ പരമാധികാരത്തെ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാൽ ഞങ്ങൾ തീജ്വാലയായി മാറും. അതാണ് സിറിയൻ വിമതർ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം. ഈ അന്ത്യശാസനം കൊടുക്കുന്നത് സിറിയൻ വിമതരായതിനാൽ ഇസ്രായേലിന് ഭയക്കണം. കാരണം അവർ മുൻപിൻ നോക്കാത്ത ചാവേർ സംഘങ്ങളാണ്. അവരുടെ പരമാധികാരത്തെ തൊട്ട് കളിച്ചാൽ തിരിച്ചടിക്കുന്ന ചാവേർ സംഘങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു കാര്യങ്ങൾ.